ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ പുറംചുമരുകളിൽ ചെയ്യാൻ പറ്റിയ കൂടുതൽ ഉറപ്പും ഭംഗിയുമുള്ള ടെക്സ്റ്റർ ഡിസൈനാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ട് ഒന്നിലധികം ഗുണങ്ങളാണുള്ളത്. 10-20 വർഷം കഴിഞ്ഞാലും കളറുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇടയ്ക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാലും നിസ്സാരമായി നമുക്കത് ചെയ്യാവുന്നതുള്ളൂ. എന്നും പുതുമ നിലനിർത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സാധാരണ വാൾപുട്ടി കൊണ്ട് ഇത്തരം ടെക്സ്റ്റർ ഡിസൈനുകൾ ചെയ്യിപ്പിക്കാതിരിക്കുക. കാരണം അതിന് അധികം ലൈഫ് കിട്ടില്ല. എപ്പോഴും നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ മെറ്റീരിയൽ വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ ലൈഫ് ടൈം കിടന്നോളും ഇത്തരം ടെക്സ്റ്റർ ഡിസൈനുകൾ. വീഡിയോ കാണുമ്പോൾ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐശ്വര്യമായി തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ന് പാലുകാച്ചലായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റർ ഡിസൈൻ ചെയ്യേണ്ട ആ സ്ഥലം നമ്മളിവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം പ്രൈമർ മാത്രമേ അവിടെ അടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഓഫ് വൈറ്റ് അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ലൈൻ ഇടുകയാണ്. അപ്പം ലൈൻ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അളവ് നമുക്ക് എടുക്കാം. 6 ഇഞ്ചോ 4 ഇഞ്ചോ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അളവ് തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാസ്കിംഗ് ടേപ്പ് 1/2 ഇഞ്ചിൻ്റെയും 1 ഇഞ്ചിൻ്റെയും മാസ്കിംഗ് ടേപ്പുകളാണ് വേണ്ടത്. കാരണം അതിൻ്റെ ബോർഡർ വരുന്നിടത്ത് നമുക്ക് 1 ഇഞ്ചും ബാക്കിയുള്ള താഴേക്കുള്ള ഓരോ ലൈനുകളിലും നമുക്ക് 1/2 ഇഞ്ച് ടേപ്പും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ടെക്സ്റ്റർ പുട്ടി നമുക്ക് നല്ല പല കമ്പനികളും ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ സ്മൂത്തായിട്ടുള്ള ടെക്സ്റ്റർ പുട്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ടെക്സ്റ്റർ പുട്ടി അപ്ലൈ ചെയ്യാനായിട്ട് 6 ഇഞ്ചിൻ്റെയും 10 ഇഞ്ചിൻ്റെയും പുട്ടി ബ്ലേഡുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നന്നായി മിക്സ് ചെയ്ത പുട്ടി നമ്മളിവിടെ കുറേശ്ശെ ഏരിയ ഇട്ടിട്ട് മാറുക. ഒരുപാട് ഏരിയ വലിച്ചു മാറിക്കഴിഞ്ഞാൽ, കാരണം വെയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്നാണ് പുട്ടി ഉണങ്ങി മാറുന്നത്. മഴയാണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ഉണങ്ങത്തില്ല. അപ്പം ചൂടുള്ള സമയത്ത് പടപടാന്ന് ഉണങ്ങി മാറുക. അപ്പോൾ അതനുസരിച്ച് കുറേശ്ശെ ഏരിയ നമ്മൾ ചെയ്ത് മാറുക. അപ്പോൾ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ മണ്ടയ്ക്ക് കൂടിയാണ് നമ്മൾ ഈ പുട്ടി ഇടുന്നത്. ഇട്ടിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രവലാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്ക കടകളിലും മേടിക്കാൻ കിട്ടും. ഇതുപോലൊരു ട്രവൽ ഉപയോഗിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഇത് നമ്മൾ പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ നനവോടെയുള്ള നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ പുട്ടിയിലോട്ട് നമ്മളിത് പഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നല്ല ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ കൈവച്ചും അല്ലാതെയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കാണാനൊരു ഭംഗിയുള്ള ഒരു ടെക്സ്ചർ നമുക്കിവിടെ കിട്ടും ഈ ട്രവൽ വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ.
അപ്പം കഴിവതും അതുപോലെ തന്നെ ഭിത്തിയിൽ കുറച്ച് പുട്ടി നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളിങ്ങ് വടിച്ചെടുക്കരുത്. കുറച്ച് പുട്ടി നമ്മൾ വെച്ച് വേണം അത് നമ്മൾ വലിച്ചെടുക്കാനായിട്ട്. കാരണം ഇതുപോലെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് തെറിച്ച് പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് പുട്ടി ഉണ്ടെങ്കിലേ ഇത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പുട്ടി ഒന്ന് തോന്നു വരുന്ന സമയത്ത് ഇതുപോലെ സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തി വിട്ടു കൊടുക്കുക. അതായത് ആ നനവോടെ ഉടൻ തന്നെ ചെയ്യരുത്. നമ്മൾ ഈ ഉടൻ തന്നെ സ്ക്രാപ്പർ സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് നമ്മൾ വലിക്കരുത്. പുട്ടി ഒന്ന് തോന്നു വരുന്ന സമയത്ത്, അതായത് ശരിക്കും ഉണങ്ങി മാറുന്നതിന് മുമ്പ് വേണം താനും. ഓക്കെ, അതുപോലെ തന്നെ പുട്ടി ഉണങ്ങി മാറുന്നതിന് മുമ്പ് ഈ ടേപ്പ്, മാസ്കിംഗ് ടേപ്പും ഇളക്കി മാറ്റണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഗ്രൂ കിട്ടത്തുള്ളൂ. ഇത് എക്സ്റ്റീരിയർ ബ്ലാക്ക് എമൻഷനാണ്. അപ്പോൾ ബ്ലാക്ക് ഉപയോഗിക്കുമ്പോൾ എക്സ്റ്റീരിയർ എമൻഷൻ ഉപയോഗിക്കുക. അപ്പോൾ അത് നമ്മൾ ഒരു കോട്ട് അടിച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം മെറ്റാലിക് കോപ്പറാണ് നമ്മൾ അടുത്തായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മെറ്റാലിക് കോപ്പർ നമ്മളൊരു സ്പോഞ്ച് ഉപയോഗിച്ച് നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടെക്സ്ചർ മാത്രം വലിച്ചു മാറുക. ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കരുത്. കാരണം മൊത്തം നമുക്ക് അടഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല. ആ ഒരു ബ്ലാക്കും കൂടി നമുക്ക് വേണം ഇടയ്ക്കൊക്കെ, എങ്കിലേ നമുക്ക് ആ ഒരു ടെക്സ്ചറിൻ്റെ ആ ഒരു സുഖം കിട്ടത്തുള്ളൂ. അപ്പോൾ പലരും പറയും ഇത് മൊത്തത്തിലങ്ങ് അടിച്ചാലോ എന്ന്. പക്ഷേങ്കിൽ അതൊരു സുഖം കിട്ടത്തില്ല. ആ ബ്ലാക്കിൻ്റെ ഒരു ചെറിയ ഇതുണ്ടെങ്കിലേ അതിനൊരു ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ കോപ്പറിൻ്റെ പണി കഴിഞ്ഞ് ഇനിയിപ്പം ഇത് ഗോൾഡാണ്. ഇത് MRF ഗോൾഡാണ്. അപ്പോൾ ടിന്നർ ബേസ് ആണിത്. അപ്പോൾ ഇതുവരെ നമ്മൾ വാട്ടർ ബേസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം ടിന്നർ ബേസ് ആണ് ഇത്. അപ്പം ടിന്നർ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി മാറും. അതുപോലെ തന്നെ മറ്റുള്ള ഗോൾഡിനെ കാട്ടി നല്ലൊരു എടുപ്പ് നമുക്ക് ഈ MRF കൊണ്ട് കിട്ടും, ഗോൾഡ് കൊണ്ട്. അപ്പോൾ വാട്ടർ ബേസ് ഗോൾഡ് നമ്മൾ വാഷ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ MRF ഗോൾഡ് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വിട്ടുകൊടുത്താൽ നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു ലുക്ക് തന്നെ അങ്ങ് മാറുകയാണ്. അതായത് വളരെ മനോഹരമായൊരു ടെക്സ്ചറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര കളറുകൾ ഇതിനകത്ത് ഉണ്ട് എന്ന് പോലും നമുക്ക് ആദ്യമായി കാണുന്നവർക്കൊരു സംശയം തോന്നും. പല വിധത്തിലുള്ള മനോഹരമായ കളറുകൾ, അതായത് നല്ല മെറ്റാലിക് കൂടി ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് വെട്ടത്തൊക്കെ സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് നേരിൽ കാണുമ്പോൾ ഒരുപക്ഷെ വീഡിയോയിൽ എനിക്ക് അത്രയും അങ്ങോട്ട് കിട്ടുന്നില്ല. നേരിൽ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭംഗി തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഈ മെത്തേഡിൽ തന്നെ ചെയ്യുക. അപ്പം ഇതുപോലെ തന്നെ ആ പ്ലാസ്റ്റിക് ട്രാവൽ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ മനോഹരമായൊരു ടെക്സ്ചർ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് എന്നെ തുടർന്നും വീഡിയോകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചെയ്യുക. ലൈക്ക് അടിക്കാനും മറക്കരുത്. നമുക്കിനി മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.